ഇപ്പം ഇതാരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയില്ലേ. എന്നാൽ ഈ ചാനലിൻ്റെ പേര് അൺബോക്സിങ് ടൂട്ട്. ഇവളെ ഈ ഒരു വേഷം കണ്ട, ഇവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മുതലേ ഇവളെ പടക്കാം. കാരണം വെച്ചാൽ ഇവളെ ഡ്രസ്സിങ് മാഹബോറ. കാരണം മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു എന്താ പറയുക അവകാശം ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. അല്ലാണ്ട് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. എന്നാലും ഇത്രയും സോഷ്യൽ മീഡിയയിൽ നിനക്കൊരു മാന്യമായ വേഷം ധരിച്ചൂടെ? നിൻ്റെ കെട്ടിയവനെന്ന് പറയുന്ന അവന് നല്ല മാന്യമായ വേഷം ധരിക്കും. എന്നിട്ടാണ് ഇവനെപ്പോലത്തെ കെട്ടിയവനായ അലവിലതി ഇങ്ങനെ ഭാര്യമാരെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കും. ഇവർ പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുക. ഇവളെ ശരീരഭാഗം ലോകത്തിലെ ആൾക്കാർക്ക് തേച്ചും കാണിച്ചു കൊടുത്തിട്ടാണ് ഇവർ പൈസ വാങ്ങിയിട്ട് തിന്നുന്നത്. നിനക്കൊന്ന് നാളെ മരിക്കണ്ടേ? സത്യത്തിൽ നമ്മളെ ഇസ്ലാമിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു പെണ്ണുങ്ങൾക്ക് പറഞ്ഞതായ ആ ഒരു ഔറത്ത്, അതായത് നമ്മളെ ശരീരഭാഗം മറക്കേണ്ട രീതി നിന്നെല്ലാം നിൻ്റെ ഉപ്പയും ഉമ്മയും എന്താ പറയുക മദ്രസയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവൂലേ. എന്നാൽ നീ പഠിച്ച് വന്ന നീ ഇപ്പം കെട്ടിയവൻ്റെ കീഴിലെത്തുമ്പോഴത്തേക്ക് നിനക്ക് ഉടുതുണി വരെ ഇല്ല, അങ്ങനത്തെ അവസ്ഥയായി. പിന്നെ ഇതിന് പിന്നെ ഇവരൊരു വീഡിയോ ഉണ്ടായിന്, ഇവള് പണങ്ങിപ്പോയി എന്നിട്ട് എന്തിനാണെന്നാ ഗാലക്സി ചോക്ലേറ്റ് പിന്നെ എന്തോ കഷ്ണം ഇവനെടുത്ത് തിന്നിന്. ഇവനിക്ക് ഒരു പട്ടിയുടെ വില പോലും അവളടുത്ത് ഇല്ല. ഇവനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇതുപോലത്തെ ഈ ഭാര്യമാരെ ഈ എന്താ പറയുക വീഡിയോകളും ശരീരഭാഗം പ്രദർശിപ്പിച്ചിട്ട് ഫോട്ടോകളും പ്രദർശിപ്പിച്ചിട്ട് ഇവൻ പൈസ ഉണ്ടാക്കുക. നാളെ ഒരു കാലത്ത് ഈ ഒരു യൂട്യൂബിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം എവിടെ എത്തും? ഇവിടെ ഈ എന്താ പറയുക ഈ ഡ്രസ്സിങ്ങിനോ ഇവിടെ ഈ ലിപ്സ്റ്റിക്കിനോ ഈ ഗാലക്സിക്കോ വാങ്ങാൻ പൈസ ഉണ്ടായെന്ന് വരില്ല. ഇപ്പോൾ ഒരു പണിക്ക് പോലും പോകാണ്ടാന്ന് ഇങ്ങനെ എന്താ പറയുക ഓളെ കല്യാണം കഴിച്ചിട്ട് ഓളെ കുണ്ടിയും താങ്ങിയിട്ട് ഇവനിങ്ങനെ നടക്കുന്നു. അവളിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവളിങ്ങനെ കുറുമ്പ് വരെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടാണ് ഇവരിങ്ങനെ പൈസ ഇങ്ങനെ മില്യൺ സബ്സ്ക്രൈബേഴ്സിലെ ചാനലാണ് കേട്ടോ. പക്ഷെങ്കിൽ ഒരു നിമിഷം മതി ഈ യൂട്യൂബൊക്കെ അവസാനിക്കാൻ. ഇതൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ എന്താവോ എന്തരോ കാണാം. ഒരാളെ വേഷവിധാനത്തെപ്പറ്റി നമുക്ക് പറയാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷേങ്കിൽ അവരിടുന്ന വേഷവിധാനത്തെപ്പറ്റി അഭിപ്രായം പറയാനുള്ള അവകാശം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാണ്ട് നിങ്ങളിപ്പം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ നന്നാവാനൊന്നും പോകുന്നില്ല. അത് വരക്കരെ നന്നാക്കേണ്ട ഒരാവശ്യം നമുക്ക്